ലോകം മുഴുവൻ ഉറക്കത്തിലാഴ്ന്നിരിക്കുന്ന ബ്രഹ്മമുഹൂർത്തത്തിൽ പുലർച്ചെയുടെ തണുത്ത കാറ്റ് ജനലിലൂടെ ഉള്ളിലേക്കൊഴുകുമ്പോൾ അനന്ത് പതുക്കെ കണ്ണു തുറക്കുന്നു. ദിനം തുടങ്ങും മുമ്പേ തന്നെ മനസ്സിലൊരു ഭാരം കിടക്കുന്ന അനുഭവം അവനുണ്ടായിരുന്നു. ഇന്നും ശ്രമിക്കേണ്ടതുണ്ട്, ഇന്നും എന്തോ ശരിയാക്കണം. പക്ഷെ എന്താണ് തെറ്റ് എന്നറിയാത്ത ഒരവസ്ഥ. ജീവിതത്തിൽ പല വഴികളും മുന്നിൽ കാണുന്നുണ്ടെങ്കിലും ഓരോ വഴിയിലും ഒരു അദൃശ്യ തടസ്സം പോലെ എന്തോ നിൽക്കുന്നുവെന്ന് തോന്നുന്ന നിമിഷങ്ങൾ. അങ്ങനെ കിടക്കയിൽ തന്നെ ശ്വാസം കേട്ട് അവൻ കിടക്കുമ്പോൾ പൂജാമുറിയിൽ നിന്ന് അമ്മമ്മ ദീപം തെളിക്കുന്ന ശബ്ദവും ആ ദീപത്തിന്റെ എണ്ണച്ചിരിയുടെ മൃദുവായ ഗന്ധവും ഓം ഗം ഗണപതയെ നമ എന്ന മന്ത്രം ശ്വാസത്തോട് ചേർന്ന് തന്നെ മുഴങ്ങുന്നതുപോലെ അവന്റെ ഉള്ളിൽ അനുഭവപ്പെട്ടു. അതൊരു ശബ്ദമല്ലായിരുന്നു, മറിച്ച് അവന്റെ മനസ്സിലെ കലുഷത പിഴുതെടുക്കുന്ന ഒരു താളം പോലെ. അവൻ എഴുന്നേറ്റ് അമ്മമ്മയോട് ചോദിച്ചപ്പോൾ ഗണപതിയെ പ്രാർത്ഥിക്കാൻ ശരിക്കും നല്ല ദിവസങ്ങളുണ്ടോ എന്ന്. അമ്മമ്മ പുഞ്ചിരിച്ചു പറഞ്ഞു, ചതുർത്ഥി ഒരു ഓർമ്മപ്പെടുത്തലാണ്, ബുധനാഴ്ച ഒരു ശീലമാണ്, ബ്രഹ്മമുഹൂർത്തം ഒരവസരമാണ്. പക്ഷേ യഥാർത്ഥ പ്രാർത്ഥന മനുഷ്യൻ തന്റെ തന്നെ ശബ്ദം നിശബ്ദമാക്കുന്ന നിമിഷത്തിലാണ് തുടങ്ങുന്നത് എന്നും. തന്റെ ചെറുപ്പകാലത്ത് നഷ്ടങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ സമയങ്ങളിൽ അവൾ ദിവസങ്ങളല്ല, വർഷങ്ങളല്ല, ഈ പുലർച്ചകളാണ് തന്നെ താങ്ങിയതെന്നും ദൈവം നമുക്ക് ഉത്തരങ്ങൾ നൽകാൻ മുമ്പ് നമ്മുടെ മനസ്സിൽ സ്ഥലമൊരുക്കണമെന്ന് പഠിപ്പിച്ചതെന്നും. അത് കേട്ട് അനന്തു ആദ്യമായി ജീവിതത്തിൽ ഒന്നും ചോദിക്കാതെ, ഒരാഗ്രഹവും മുന്നോട്ട് വയ്ക്കാതെ വെറും ശ്വാസത്തിനൊപ്പം മന്ത്രമുച്ചരിച്ചിരിക്കുമ്പോൾ അവന്റെ നെഞ്ചിലെ ഭാരങ്ങൾ ഓരോന്നായി അഴിയുന്നതുപോലെയും പ്രശ്നങ്ങൾ മാറിയില്ലെങ്കിലും അവയെ നേരിടാനുള്ള ശേഷി തന്നിൽ ഉണരുന്നതുപോലെയും അവൻ അനുഭവിച്ചു. സമയത്തിന്റെ ഒഴുക്കിൽ അനന്തു കലണ്ടറിലെ ദിവസങ്ങളെ ഇനി തീയതികളായി മാത്രം കണ്ടില്ല. ഓരോ ചതുർത്ഥിയും അവന്റെ മനസ്സിനെ തിരിഞ്ഞു നോക്കാൻ പഠിപ്പിക്കുന്ന ഒരു നിമിഷമായി മാറി. പ്രത്യേകിച്ച് സംകഷ്ടി ചതുർത്ഥി വന്ന ആ മാസം അവന്റെ ജീവിതം തീർത്തും തളർന്ന അവസ്ഥയിലായിരുന്നു. ജോലി സംബന്ധിച്ച അനിശ്ചിതത്വം, കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, സ്വന്തം സ്വപ്നങ്ങൾ എല്ലാം ഒരേ സമയം നെഞ്ചിൽ കയറി ശ്വാസം മുട്ടിക്കുന്ന അനുഭവം. അന്ന് അമ്മമ്മ പറഞ്ഞത്, ഇന്ന് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള ദിവസമല്ല, ദൈവത്തിനു മുന്നിൽ സത്യം തുറന്നു പറയാനുള്ള ദിവസമാണെന്ന്. വലിയ പൂജകളും ഉപവാസവും ചെയ്യാൻ മനസ്സില്ലാതിരുന്ന അവൻ ഒരു ദീപം തെളിച്ചു. മന്ത്രം ജപിക്കുമ്പോൾ കണ്ണീരൊഴുങ്ങിയത് അവൻ ആദ്യമായിരുന്നില്ലെങ്കിലും ആ കണ്ണീർ ഒളിപ്പിക്കാതെ ഗണപതിക്ക് മുന്നിലിരിക്കുമ്പോൾ അതാണ് യഥാർത്ഥ നിവേദ്യമെന്ന് അവനു തോന്നി. ആ രാത്രി അവൻ സ്വപ്നത്തിൽ കണ്ടത് കല്ലുകളും മുള്ളുകളും നിറഞ്ഞ ഒരു നീണ്ട വഴിയായിരുന്നു. വഴിയുടെ നടുവിൽ നിൽക്കുന്ന ഗണപതി അവനോട് പറഞ്ഞു, ഞാനീ കല്ലുകൾ നീക്കാൻ വന്നിട്ടില്ല, നീ നടക്കുന്നത് നിർത്താതിരിക്കാനാണ് ഞാൻ വന്നതെന്ന്. ഉണർന്നപ്പോൾ പ്രശ്നങ്ങൾ അതേപടി തന്നെ ഉണ്ടായിരുന്നെങ്കിലും അവനെ തളർത്തിയിരുന്ന നിരാശ ഇല്ലാതായിരുന്നു. അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു, ചതുർത്ഥി ഒരത്ഭുത ദിവസമല്ല, നമ്മുടെ ദുഃഖത്തെ തന്നെ പ്രാർത്ഥനയാക്കുന്ന ഒരു ഓർമ്മപ്പെടുത്തലാണെന്നും ഗണപതി ജീവിതത്തിലെ തടസ്സങ്ങൾ ഇല്ലാതാക്കുന്നില്ല, മറിച്ച് അവയിൽ നമുക്ക് താങ്ങായി നിൽക്കുന്നതിലൂടെയാണ് അവന്റെ അനുഗ്രഹം പ്രകടമാകുന്നതെന്നും. ഒരു ബുധനാഴ്ച അനന്തുവിന്റെ ജീവിതത്തിൽ നിർണായകമായ തീരുമാനമെടുക്കേണ്ട ദിനമായി വന്നപ്പോൾ അവന്റെ മനസ്സ് ചിന്തകളാൽ നിറഞ്ഞ ഒരു കൊടുങ്കാറ്റായി മാറിയിരുന്നു. ശരിയായതെന്താണെന്ന് അറിഞ്ഞിട്ടും അതിന്റെ ഫലം ഭയപ്പെടുത്തുന്ന നിമിഷങ്ങൾ. തെറ്റായത് ഒഴിവാക്കണമെന്ന ആഗ്രഹം തന്നെ ശരിയായ വഴിയെ മൂടിയിടുന്ന അവസ്ഥ. അപ്പോൾ അമ്മമ്മ പറഞ്ഞ വാക്കുകൾ അവന്റെ ഓർമ്മയിൽ തിരികെ വന്നു. ബുധനാഴ്ച ഗണപതി ബുദ്ധി നൽകുന്നത് ശബ്ദത്തിലൂടെയല്ല, ശാന്തിയിലൂടെയാണെന്ന്. അവൻ പൂജാമുറിയിൽ ദീർഘനേരമിരുന്ന് മന്ത്രം ജപിക്കുമ്പോൾ സമയം കടന്നുപോകുന്തോറും ചിന്തകൾ പതുക്കെ അകലുകയും ശ്വാസത്തിന്റെ താളം മാത്രം ബാക്കിയാവുകയും ചെയ്തു. അപ്പോൾ ഉള്ളിൽ നിന്നൊരു ശബ്ദമല്ല, ഒരു ഉറച്ച ബോധം. എന്തു ചെയ്യണമെന്നല്ല, എന്തു ചെയ്യരുതെന്ന വ്യക്തത അവനെ നയിച്ചു. ആ തീരുമാനത്തിന്റെ ഫലങ്ങൾ മാസങ്ങൾക്കിപ്പുറം തെളിഞ്ഞപ്പോൾ അതാണ് തന്റെ ജീവിതം പുതിയ ദിശയിലേക്ക് തിരിച്ചതെന്ന് അവൻ മനസ്സിലാക്കി. ബുധനാഴ്ച ഗണപതിയുടെ അനുഗ്രഹം ഒരത്ഭുത ദിവസമല്ല, മനസ്സിലെ അഴുക്കുകൾ നീക്കി വിവേകം സ്വാഭാവികമായി പുറത്തുവരാൻ വഴിയൊരുക്കുന്നതാണെന്നും അവൻ തിരിച്ചറിഞ്ഞു. കാലമേറെ കടന്നപ്പോൾ അനന്തു വലിയ പൂജകളോ കഠിനവ്രതങ്ങളോ ചെയ്യുന്നവനായി വന്നില്ല. പകരം അവന്റെ ജീവിതത്തെ മുഴുവൻ മാറ്റിയ ഒരു ലളിതശീലമാണ് അവനെ നയിച്ചത്. രാവിലെ ഉണർന്ന ഉടനെ ലോകത്തോട് പ്രതികരിക്കുന്നതിനു മുമ്പ്, ഫോൺ തുറക്കുന്നതിനു മുമ്പ്, ദിവസത്തിന്റെ ഭാരം ഏറ്റെടുക്കുന്നതിനു മുമ്പ് ഒരു നിമിഷം ശാന്തമായിരുന്ന് ശ്വാസത്തോടൊപ്പം ഓം ഗം ഗണപതയെ നമ എന്നുച്ചരിക്കുക. ചതുർത്ഥി അവനെ ശക്തനാക്കി, ബുധനാഴ്ച അവനെ വിവേകശാലിയാക്കി, ബ്രഹ്മമുഹൂർത്തം അവനെ ശുദ്ധനാക്കി എന്ന ബോധ്യത്തിലൂടെ അവൻ ഒടുവിൽ എത്തിച്ചേർന്ന സത്യമിതായിരുന്നു. വിശ്വാസം ഒരു ദിവസമല്ല, ഒരു ജീവിതമാകണം. ഇന്ന് ഈ കഥ കേൾക്കുന്ന നിങ്ങളും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറണമെങ്കിൽ വലിയ ദിവസങ്ങൾ കാത്തിരിക്കേണ്ട, വലിയ പൂജകൾ വേണ്ട. ഈ നിമിഷം തന്നെ നിങ്ങളുടെ ശ്വാസത്തോടൊപ്പം ആ മന്ത്രം ജപിച്ചാൽ ഗണപതി ശിലയിൽ നിന്നിറങ്ങി വരില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലെ ഭയം പതുക്കെ അകറ്റി നിങ്ങളെ തന്നെ പുതുക്കി നിങ്ങളുടെ ജീവിതത്തെ തന്നെ ഒരു ശാന്തമായ പ്രാർത്ഥനയാക്കി മാറ്റും. ഭഗവാന്റെ കൂടുതൽ അതിശയം നിറഞ്ഞ ദൈവീക കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പുലരിയും ഐശ്വര്യം നിറഞ്ഞതാവട്ടെ.